അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ നഖദിലെ ആദ്യ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ അദബ് എന്താണ്, അദബിൻ്റെ ആശയങ്ങൾ എന്താണ്, അദബ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, സാഹിത്യ നിരൂപണമാകുമ്പോൾ സാഹിത്യത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, സാഹിത്യത്തിൻ്റെ വിവിധ ശാഖകൾ ഏതൊക്കെയാണ് എന്നാണ് ആദ്യമായി പറയുന്നത്. അൽ അദബു വ മഫാഹിമുഹു. അൽ അദബ് എന്ന് പറഞ്ഞാൽ അസുലുൽ അദബി അദ്ദുആ. അദബിൻ്റെ യഥാർത്ഥം അദ്ദുആ. ദുആ എന്ന പദമാണ്, അർത്ഥമാണ് ആദ്യമായി ക്ഷണം. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല, ക്ഷണിക്കുക എന്നുള്ളതാണ്. യുഖാലു അദ്ദബഹു എന്ന് പറയുമ്പോൾ മാന അല്ലമഹു. അല്ലമഹു എന്നുള്ള അർത്ഥത്തിന് അദ്ദബഹു എന്ന് പറയും. ഇസ്താമലു ലിദ്ദഅവതി ഇലൽ വലീമത്തി. വലിയ സദ്യകളിലേക്കൊക്കെ ക്ഷണിക്കുന്നതിനും ഈ അദ്ദബ എന്ന് പറയുന്ന പദം ഉപയോഗിക്കും. ഒഫി റഈ ഇംറിസിൻ അൽ അദബു സിജില്ലുൻ ലി ഖൈരിൽ അഫ്കാർ. ഉത്തമമായ ചിന്തകളെ, നല്ല ചിന്തകളെ ഒരു രേഖയാണ്, ഒരു റെക്കോർഡാണ് സാഹിത്യം എന്ന് പറയുന്നത്. വയുഖാലു അൽ അദബു അഫ്കാറുൽ അദ്കിയ വ മശാഇറുഹും മക്തൂബ ബി ഉസ്ലൂബിൻ യുലിദുൽ ഖാരിയ. അവ അഫ്കാറുൽ അദ്കിയ ബുദ്ധിമാന്മാരുടെ ചിന്തകളാണ്. വ മശായിറുഹും അവരുടെ വിചാരങ്ങളുമാണ്. അത് മക്തൂബത്തുൻ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബി ഉസ്ലൂബിൻ ഒരു ശൈലിയിൽ, യുലിദുൽ ഖാരിയ കാരിയിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള, കാരിയിനെ ആനന്ദമുണ്ടാക്കുന്ന, വായനക്കാരന് രസം തോന്നിപ്പിക്കുന്ന നിലക്ക് എഴുതപ്പെട്ട ബുദ്ധിമാന്മാരുടെ, ബുദ്ധിജീവികളുടെ ചിന്തകൾക്കും അവരുടെ വിചാരങ്ങൾക്കുമാണ് സാഹിത്യം എന്ന് പറയുന്നത് എന്ന് ഒരഭിപ്രായം. ഒഫി റഈൻ ആഖർ, മറ്റൊരു അഭിപ്രായത്തിൽ അൽ അദബു ഹുവൽ കലാമു ദഖീഖുൽ ജബീൽ അല്ലദി യുഅബ്ബിറു അനിൽ ഹഖായിഖിൽ അദബിയ്യ വൽ അവാതിഫിൽ ഇൻസാനിയ്യ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അൽ അദബ് എന്ന് പറഞ്ഞാൽ ഹുവൽ കലാമു ദഖീഖുൽ ജമീൽ, വളരെ ഭംഗിയായ, വളരെ സ്പഷ്ടമായ, വ്യക്തമായ വാക്കുകൾക്കാണ്, സംസാരങ്ങൾക്കാണ്. എന്ത് സംസാരം? അല്ലദി യുഅബ്ബിറു അത് എക്സ്പ്രസ് ചെയ്യുന്നു, അനിൽ ഹഖായിഖിൽ അദബിയ്യ വൽ അവാതിഫിൽ ഇൻസാനിയ്യ മാനുഷികമായ വികാരങ്ങളെയും സാഹിത്യപരമായ വസ്തുതകളെയും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾക്കാണ്, സംസാരങ്ങൾക്കാണ്, വാക്യങ്ങൾക്കാണ് സാഹിത്യം എന്ന് പറയും. അൽ അദബു ഫന്നുൻ മിൻ ഫുനൂനിൽ ജമീല. അതൊരു കലയാണ്. സാഹിത്യം എന്ന് പറയുന്നത് ഒരു കലയാണ്. റസ്മി ഈ ചിത്രരചനകൾ പോലെ, വൽ മ്യൂസിക് പോലെ. ഫർ റസ്സാമു ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ, യുഅബ്ബിറു അയാൾ എക്സ്പ്രസ് ചെയ്യുന്നത് ബിൽ അൽവാനി നിറങ്ങൾ കൊണ്ടാണ്. കമാ തുഅബ്ബിറുൽ മ്യൂസിക് ഒരു സംഗീതജ്ഞൻ അയാൾ എക്സ്പ്രസ് ചെയ്യുന്നത് ബിൽ ഈഖാഇ വൽ അൻആം അയാളുടെ വിവിധ രീതികളും ശൈലികളും രാഗങ്ങളൊക്കെ കൊണ്ടാണ്. വകദാലിക്കൽ അദബ് അപ്രകാരം തന്നെ സാഹിത്യം യുഅബ്ബിറു ബിൽ കലിമാതി വൽ അൽഫാദ് അത് വാക്കുകൾ കൊണ്ടും വാക്യങ്ങൾ കൊണ്ടുമാണ് അവരുടെ കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നത്. വലായത്തു മിൻഹ അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നഖലു ഇഹ്സാസിൽ ഫന്നാൻ ഇലാ നുഫൂസിൽ ആഖരീൻ വ ഇസാറത്തു മശായിരിഹിം വ ഇൻഫിയാലാത്തിഹിം ഹസ്ബ മൻ ഫഅല ബിഹി ബഅദ അൻ യുസവ്വിറ അഹാസീസഹു വ മശായിറഹു. നഖലു ഇഹ്സാസിൽ ഫന്നാൻ ഒരു കലാകാരൻ്റെ വികാരങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇലാ നുഫൂസിൽ ആഖരീൻ മറ്റു ആളുകളിലേക്ക്. എന്നിട്ട് വൈസാറത്തു മശായിരിഹിം അവരുടെ വികാരങ്ങളെ അത് ഉത്തേജിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു ചലനമുണ്ടാക്കുന്നു. വൈൻഫിയാലാത്തിഹിം അവരുടെ വികാരങ്ങൾക്കും. അസ്ബമൻ ഫഅല ബിഹി അത് വിചാരപ്പെടുന്നതിനനുസരിച്ച്. ബഅദ അൻ യുസവ്വിറ അഹാസീസഹു വ മശായിറഹു സാഹിത്യകാരൻ തൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചിത്രീകരിച്ചതിന് ശേഷം അതിൻ്റെ തോതനുസരിച്ച് വായനക്കാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ
വിചാരങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇളക്കാൻ വേണ്ടി കലാകാരൻ തൻ്റെ ഇഹ്സാസിനെ മറ്റുള്ളവരുടെ പിന്നെ ശരീരത്തിങ്ങളിലേക്ക് അല്ലെങ്കിൽ മനസ്സുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ആണ് ഇതിൻ്റെ സാഹിത്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയും. ബാദുന്നുഖാത്ത് ചില നാഖിദീങ്ങൾ അറഫൽ അദബ അവർ സാഹിത്യത്തിന് താരിഫ് പറഞ്ഞു ബി അന്നഹു അൽ ഫന്നുൽ കലാമിയുല്ലദി യുസവ്വിറുൽ അഖ്ല വൽ ആതിഫത. പിന്നെ അദബ് എന്ന് പറഞ്ഞാൽ അൽ ഫന്നുൽ കലാമിയു സംസാരപരമായിട്ടുള്ള ഒരു കലയാണ്. അല്ലദി യുസവ്വിറു അൽ അഖ്ല വൽ ആതിഫ ആതിഫത്തിനെയും ബുദ്ധിയെയും ചിത്രീകരിക്കുന്ന അതിനെ പിന്നെ തസ്വീർ ചെയ്യുന്ന സംസാരപരമായിട്ടുള്ള ഒരു കലയാണ് സാഹിത്യം എന്ന് പറഞ്ഞാൽ. അന്ന കലിമത്തൽ അദബ് കാനത്ത് നാദിറത്തൻ ജിദ്ദൻ ഫിൽ അസ്രിൽ ജാഹിലി ജാഹിലിയ കാലത്ത് വളരെ കുറവായിരുന്നു അദബ് എന്നുള്ള പദം. സുമ്മസ്തുഅ്മിലത് ലിമആനിൻ അദീദ ഫിൽ അസ്മിനത്തിൽ ഇസ്ലാമിയ വൽ അമവിയ വൽ അബ്ബാസിയ വബഅദഹാ വസലത് ഇല ഹാദൽ മഅനൽ മഅലൂഫ് ഫി അസ്രിന. ജാഹിലിയ കാലഘട്ടത്തിൽ അദീബ് എന്നുള്ള പദമൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ കുറവായിരുന്നു. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തിന് അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നീട് വരുന്ന ഇസ്ലാമിക കാലഘട്ടമായ അമവിയ കാലഘട്ടം, അബ്ബാസിയ കാലഘട്ടത്തിലൊക്കെ ഇത് ചെറിയ വിവിധ തരത്തിലുള്ള അർത്ഥങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന ഈ ഒരർത്ഥ തലത്തിലേക്ക് അത് പ്രചാരം നേടിയത്. അടുത്തതായി അഖ്സാമുൽ അദബ്. അഖ്സാമുൽ അദബ് എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെ വിവിധ ഇനങ്ങൾ.